ആഗോള അയ്യപ്പ സംഗമം നടത്തിയതുമായി ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്കുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ. സംഗമ നടത്തിപ്പിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 3.4 കോടി രൂപയുടെ നഷ്ടമെന്നാണ് സൂചന. വരവ് ചെലവ് കണക്കുകളിലെ പൊരുത്തക്കേടിൽ ദേവസ്വം ബോർഡ് മറുപടി നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. അയ്യപ്പ സംഗമം കഴിഞ്ഞ് 1 മാസം പിന്നിട്ടിട്ടും ഓഡിറ്റ് റിപ്പോർട്ട് നൽകാത്തതിനെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഓഡിറ്റ് റിപ്പോർട്ട് ദേവസ്വം ബെഞ്ചിൽ സമർപ്പിച്ചത്. കണക്കിൽ ചില പൊരുത്തക്കേടുകളുണ്ടെന്നാണ് കോടതി വിലയിരുത്തൽ. വിശദമായി മറുപടി നൽകാൻ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകി. അയ്യപ്പ സംഗമം നടത്തിയതിലൂടെ 3 കോടിയിലേറെ രൂപയുടെ നഷ്ടം വരുത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം. ദേവസ്വം ബോർഡ് അഡ്വാൻസായി 3 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ഈ തുക സ്പോൺസർഷിപ്പിലൂടെ തിരിച്ചുപിടിക്കാനായില്ല. ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ അടക്കം ഗുണം ചെയ്യുമെന്ന് കരുതി നടത്തിയ അയ്യപ്പ സംഗമം കേവലം രാഷ്ട്രീയ സ്റ്റണ്ടായി മാറിയെന്നാണ് ഉയരുന്ന വിമർശനം. 600 പേര് പങ്കെടുക്കാൻ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിന് 5 കോടി 8 കോടി എന്നൊക്കെ പറയുന്നത് എവിടത്തെ കണക്കാണ്? മുഴുവൻ തളവാണ് ഇതിന്റെ പുറകിൽ നടക്കുന്നത്. അഴിമതിയാണ് ഇതിൻ്റെ അകത്ത് പുറത്ത് നടക്കുന്നത്. അയ്യപ്പന്റെ പേരിലും തട്ടിപ്പാണ് നടത്തിയത്. കഴിഞ്ഞ സെപ്റ്റംബർ 20 പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.